എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ്. എന്താണല്ലോ 24-ാം തീയതി ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർ. കുറച്ച് ദിവസമായിട്ട് അവന്മാർ വിളിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വാ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ആഘോഷിക്കാനാണ്, ഇങ്ങോട്ട് വാ പിള്ളേരുടെ ബർത്ത്ഡേ ആഘോഷിക്കാം നമുക്കിവിടെ. പിന്നെ ഇവിടെ കാരമട് പള്ളി പെരുന്നാളാണ്, അവിടെയും കൂടി പോകാം. ഏതായാലും നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ വിളിയായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷമായി ഇങ്ങോട്ട് എത്തി. നല്ല നല്ല ഫുഡുകളൊക്കെ ഉണ്ടാക്കി ഞങ്ങളെ വരവേൽക്കുകയും പ്രതീക്ഷയൊന്നുമല്ല വരവേൽക്കാൻ, അതൊക്കെ ചുമ്മാ പറയുന്ന വന്നപ്പോ ഉള്ളതൊക്കെ ഉള്ളു അത്ര. അങ്ങനെ ഞങ്ങള് കൊല്ലുവാ, ഒരു വാക്കറിയാതെ പറഞ്ഞും പോയി. ഇനി പൊങ്കാലിട്ട് കൊന്നു കുറെ വിളിക്കുന്നു. അവിടെ പോയിട്ട് എല്ലാവരും കൂടെ ഞങ്ങൾ അങ്ങോട്ട് കല്ലിപ്പതി ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്ന് ഞങ്ങൾ ഇതുമായിട്ടും ക്രിസ്മസിന് ഞങ്ങൾ പോയിട്ടില്ല. ക്രിസ്മസിൻ്റെ എല്ലാ പ്രാവശ്യം അവിടെ തന്നെയാണ് മറ്റേ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവളുടെ എൻ്റെ വൈഫിൻ്റെ ആണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരും കൂടെ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം അങ്ങനെ മാറാൻ പറ്റത്തില്ല എന്നുള്ള പ്രതീക്ഷയിൽ മാത്രം ഞങ്ങൾ പറഞ്ഞ അന്നേരം ഓടിപ്പോരുമായിരുന്നു. ഇങ്ങോട്ട് ഞങ്ങളെ വിളിച്ചാണ് ഞങ്ങൾ പറഞ്ഞു ഇവിടെ പെരുന്നാളൊക്കെ നമുക്ക് ഇവിടെ ആഘോഷിക്കാം, എല്ലാവരും ഇങ്ങോട്ട് വരുന്നു. അവിടെ കേക്കും മേടിച്ച് അങ്ങനെ എല്ലാം മേടിച്ച് അവിടെ സെറ്റ് ആക്കിയേക്കാണ്. അതിന്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. ഇപ്പൊ പറയാൻ വരും. ഇന്നത്തെ വിശേഷം പറയാം. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങള് കുഞ്ചനും ബല്ലനും ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അച്ഛയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ട് ഞാനും രേഷട്ടായി സൂരജും കൂടെയാണ് കോട്ടയത്തോട് പോയി. അവിടെ പേരുണ്ടാക്കാൻ അവിടെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ ചെന്നു. പക്ഷെ നമ്മളെ കണ്ടത് അവരെല്ലാരും പെട്ടെന്ന് മനസ്സിലായി, ഓടി വന്നു അല്ലേ. എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് പരാതിയുണ്ട്. ഉള്ള കാര്യം പറയാലോ. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇവിടെ വീട്ടിൽ ഇരുന്ന് എന്നെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിക്കുന്നു, കപ്പൂരിയ ഉണ്ടാക്കുന്നു, ഇറച്ചി ഉണ്ടാക്കുന്നു, എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. 3 പേര് കൂടെ ലുലുമാളി പോയി. പച്ചക്കമുളകും കരിവേപ്പില അരിഞ്ഞു കൊടുത്ത് അവൻ കറി വെച്ച പോലെ ആയെന്ന് പറയാം. ആ പാപ്പയുടെ സൂര്യ ആ അമ്മ ഒറ്റക്ക് ഉണ്ടാക്കി ഇവൻ 5-6 ഇറച്ചി അരിഞ്ഞു കൊടുത്തത് പറഞ്ഞ കഥയാണ്. ആ കരിയാപ്പയുടെ തണ്ടേതാ ഊരി കാര്യമുണ്ട്. ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ സൂര്യനോട് വെച്ചിട്ടാ പോയി. സൂര്യന് പോയിട്ടുണ്ടെങ്കിൽ സൂര്യന് പകരം ഞങ്ങൾ ഇവിടെ അമ്മേനെ നിർത്തിട്ട് പോയിട്ടുണ്ട്. നീ രതീഷ് മാര് ഇവന്റെ വർത്തമാനം കേട്ടാ കഞ്ഞിയും കറിയും ഇറച്ചി എല്ലാം പറ്റി ഇവനാന്ന് പറയാം. ഒന്നുമല്ല, പാവപ്പെട്ട സൂര്യ അമ്മകൾ ഉണ്ടാക്കി 5-6 ഇറച്ചി കഷ്ണം അരിഞ്ഞു കൊടുക്കുന്നത് മാത്രം. കുറച്ച് വെള്ളം കോരി കൊടുത്തു. കുറച്ച് വെള്ളമോ? രാവിലെ 3-4 ടാങ്ക് വെള്ളം കോരി. രാവിലെ 1000 ടാങ്കൊന്നുമല്ല, 250 ലിറ്ററിന്റെ ടാങ്ക്. 250 ലിറ്ററിന്റെ ടാങ്ക് 3 എണ്ണം. അപ്പൊ എത്രയായി? അതിന് ഇവരുണ്ടായിരുന്നു. എവിടെ ഇവൻ വന്നത്? മറ്റേ 7 മണി ആയപ്പോഴത്തേക്ക് എന്നാലും വെള്ളം കോരിയ 2 ടാങ്ക്. പിന്നെ 2 ടാങ്ക് ഞാൻ കപ്പ കുത്തി. അത് എത്ര മണിക്ക്? പിന്നെ ഇവിടെ വെള്ളം എടുത്ത് കുടിച്ചു. നിങ്ങളാരും എടുത്ത് കൊടുത്തില്ലല്ലോ, അയാൾ ഒറ്റക്ക് എടുത്ത് കുടിച്ചു. ഞാൻ അവിടെ പോയി കോരണം. അപ്പൊ അങ്ങനെ ഞങ്ങൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പൊ ഇവിടെ ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ അതിന് ആ കർത്തവ്യം നിർവഹിക്കുന്നതിനായിട്ട് രതീഷ് സിയാച്ചിളക്കരനെ നമ്മൾ വേദിയിലേക്ക് ക്ഷണിച്ചു. നമ്മൾ ഈ കർത്തവ്യം നിർവഹിക്കുന്നതിനായിട്ട് നമ്മൾ രതീഷ് സിയാർ ചുള്ളിത്തറനെ മുൻപോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ആ പാരിതോഷികം ഏറ്റുവാങ്ങുന്നതിനായിട്ട് നമ്മുടെ കണ്ണൻ സുധിൻ ചന്ദ്രൻ അറ്റത്തിരിക്കുന്ന അധ്യക്ഷൻ ഇപ്പത്തെ പ്രത്യക്ഷൻ ഗിഫ്റ്റ് മധ്യത്തിലേക്ക് മധ്യക്ഷൻ എന്നായാലും ഗൈസ് ഈ ഫോൺ ഞാൻ എടുക്കുന്നത്.
അടുത്ത് പൊട്ടിക്കാൻ പറ്റുന്നില്ല. കൈ വർക്ക്. അവനെ തന്നെ പൊട്ടിക്കട്ടെ, അവൻ തന്നെ പൊട്ടിക്കട്ടെ, അവൻ തന്നെ പൊട്ടിച്ച് അവൻ തന്നെ കാണട്ടെ. കാണിച്ചു കൊടുക്കും. എനിക്ക് ഒരു ഫോൺ എന്റെ ആളെയും മേടിച്ചോടെ തന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. വാക്ക് പറയും. വായിക്കാൻ പറ്റുന്നില്ല. എന്നോട് ഇഷ്ടപ്പെട്ടോ? രണ്ട് വാക്ക് പറയും. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്ത് പറ്റി? ഇല്ലില്ല, ഞാന് വാക്കുകൾ വരുന്നില്ല. ഇതെനിക്കറിയത്തില്ലായിരുന്നു. സത്യം, ഈ വരുന്ന എനിക്ക് സംഭവം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈ ഫോൺ മേടിച്ചിട്ട് വരുന്ന എനിക്ക് അറിയത്തില്ല, സത്യം അറിയത്തില്ലായിരുന്നു. കഥയുണ്ടോ? അറിയത്തില്ലായിരുന്നു. ഏറ്റവും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നു, കാണിച്ചു തരാം. എന്റെ ഫോൺ ഇതാ. ഇപ്പൊ ഇതെന്താ ഇതാ എന്റെ ഫോൺ. ഇതാണ് ഫോൺ. ഇനി ആ ഫോൺ ഉപയോഗിക്കണം. അത് ഉപയോഗിച്ച് കുറച്ചാൾ കഴിയുമ്പോൾ ഞങ്ങൾ ഐഫോൺ മേടിച്ച് കൊടുക്കുന്നതായിരിക്കും. പുതിയ യൂട്യൂബ് ചാനൽ സുധിൻ ചന്ദ്രൻ, സുധിൻ ചന്ദ്രൻ യൂട്യൂബ് ചാനൽ. ഇങ്ങോട്ട് വരൂ, കിടന്നു വരൂ. അളിയിൽ എന്റെ വക കള്ളു കുടിക്കാതിരിക്കുക. അയ്യോ, എന്റെ വക ഗ്ലാസ് തന്നിട്ടുണ്ട് കള്ളു കുടിക്കാൻ. ഇവന്റെ വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ, ഒരു ഫോൺ വേണം. എപ്പോഴും എന്റെ വിളിക്കുമ്പോ പറയും ഒരു ടച്ച് ഫോൺ മേടിക്കുന്ന കാര്യം. വലിയ ആഗ്രഹമായിരുന്നു, ഭയങ്കര ആഗ്രഹമായിരുന്നു ആശാന്. ടച്ച് ഫോൺ കൊണ്ടു നടക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. പിള്ളേരൊന്നും എടുത്ത് നശിപ്പിക്കല്ലോ കേട്ടോ. അപ്പൊ ഭയങ്കര ആഗ്രഹമായിരുന്നു ആശാന്. അപ്പൊ എന്താണേലും മേടിച്ചു കൊടുക്കാൻ പറ്റി. അല്ലാടാ, എന്റെ ഭയങ്കര ആഗ്രഹം. ഞങ്ങൾ എറണാകുളത്ത് മേടിക്കാനായിരുന്നു. അപ്പൊ ഞങ്ങൾ മറന്നുപോയി സത്യം പറഞ്ഞാൽ. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് സർപ്രൈസ് കൊടുക്കുന്ന കാര്യം ഓർത്തത്. ഇപ്പൊ ഞാനും സൂരജും ചേട്ടാടെ പോയി മൈജിന്നാണ് എടുത്തത്. ഭയങ്കര സന്തോഷമായി. ഞാനൊരു ഫോൺ മേടിക്കാനായിട്ട് ഞങ്ങൾ ഇവിടുന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നാലും ഇവിടെ വന്ന് എടുത്തു കൊടുക്കാൻ പറ്റില്ല, ഒത്തിരി സന്തോഷം. ഇന്നലെ വന്നപ്പോ മേടിക്കാൻ പറ്റിയില്ല, മറന്നുപോയായിരുന്നു. ഇനി ഫോട്ടോ പോസ്റ്റ് ആയിരിക്കും ഫേസ്ബുക്കിലും. എന്റെ ഷേപ്പൊക്കെ നോക്കി വെച്ചു, നല്ല കിടക്കാച്ചി ഫോട്ടോ ഒക്കെ ഇടും. അത് കാണാനോ ഇതൊന്നും കണ്ടോന്ന് പറയുന്നുണ്ട്. നേരിട്ട് കണ്ടിട്ട് തീർന്നില്ല. ഇനിയിപ്പോ അടുത്തതോട്ട് ഇതായിരിക്കും ഇനി പണി. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമായി. സന്തോഷമായോന്നു. നല്ല ഇത് ഇവിടെ നല്ല തങ്കൊക്കെ നടന്നു പോകുന്നു. ഭയങ്കര സന്തോഷമാണ്, വളരെ ഹാപ്പിയാണ്. ഇവിടെ ഞങ്ങൾ ലുലുവിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം ദേവൂരും കുളവും ഇതുവരെ ലുലു മാളിലൊന്നും പോയിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ സർപ്രൈസ് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അതാണ് സർപ്രൈസ്, അതാണ് സർപ്രൈസ് അല്ലേ? അത് ഞാൻ ഓർത്തില്ല. അപ്പൊ ഞങ്ങള് കൊച്ചുങ്ങളെ ഒന്ന് ലുലു മാളിലൊക്കെ ഒന്ന് കറക്കാൻ പോവാണ്. അപ്പൊ ആ വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തിടുന്നതായിരിക്കും കേട്ടോ. കുഞ്ഞുങ്ങളെ കൊണ്ട് കാണിക്കുന്ന വീഡിയോസ് ഒക്കെ എടുത്തിടുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്ന് ഇതാണ്. അല്ല, വേറെ കാര്യമുണ്ട്. ഫോൺ മേടിച്ചു വന്നു, ഇനിയിപ്പോ സിം എടുത്ത് ഇതിനകത്ത് ഇട്ടിട്ടേ ഇതപ്പോ റീചാർജ് കൂടെ ചെയ്തു. ആനയെ മേടിക്കും, തോട്ടി മേടിക്കല്ല. വിളിക്കാനും പഠിപ്പിക്കണം. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ സർപ്രൈസ് വീഡിയോ ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. എന്നാലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കണം, കമന്റ് അടിക്കണം. താങ്ക് യു.